അല്ല, അങ്ങക്ക് ഇനി ഷാഫിയുടെ പ്രസംഗത്തിൽ ഇടപെട്ട് സംസാരിക്കാം. ഷാഫിയെ വിളിച്ചോ. ഷാഫിയുടെ സൈഡ് പ്രസംഗിക്കുന്നതിനിടയിൽ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞിട്ട് സാറേ, ഞാനൊരു ദിവസം കാലത്ത് വീട്ടിൽ നിന്ന് എന്റെ പിതാവ് ഒന്നിച്ച് വീട്ടിലെ സഹായത്തിന് നിൽക്കുന്ന ഒരു പയ്യനും ഒന്നിച്ച് വീട്ടിൽ രാവിലെ സമയക്രമൊക്കെ പുറത്തിറങ്ങി. സാർ പെട്ടെന്ന് പറഞ്ഞോളൂ. അപ്പം ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് അഭിനന്ദനം വാങ്ങിയാണ് ഇവര് എന്റെ ഉമ്മ എന്റെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ധർമ്മേന്ദ്രയുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. എന്നുവെച്ചാൽ എന്താ കാര്യം ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു, ധർമ്മേന്ദ്രയുടെ ഫോൺ ഇവിടെ മറന്നു വെച്ചിട്ടുണ്ട്, അതൊന്ന് പറയാൻ വേണ്ടിയാണ്. പക്ഷെ ഞാനത് പറയാനുള്ള റിസ്ക് എടുത്തില്ല. ഞാൻ അവന്റെ തന്നെ കൊടുത്തു. കാരണം അവന് മനസ്സിലാവണമെങ്കിൽ അത് ബംഗാളിയിലോ ഹിന്ദിയിലോ പറയണം. അപ്പൊ ഈ ചെറുപ്പക്കാരൻ കുറച്ചു ദിവസമായിട്ട് വീട്ടിലെ സഹായത്തിനുള്ളതുകൊണ്ട് എന്റെ ഉമ്മ കുറച്ചറിയാവുന്ന ഭാഷ കുറച്ചും കൂടെ വികസിച്ച് അവര് സംസാരിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തി. ആദ്യം എന്തെങ്കിലും കാര്യം ചെറുപ്പക്കാരനോട് പറയണമെങ്കിൽ ഉപ്പ പോലും ഉമ്മയുടെ സഹായമാണ് തേടിയിരുന്നെങ്കിൽ ഇപ്പോ കുറച്ചു ദിവസങ്ങളായിട്ട് വീട്ടിലൊക്കെ പോകുമ്പോൾ കാണുന്നത് ഉപ്പ തന്നെ കുറെയൊക്കെ കാര്യങ്ങൾ നേരിട്ട് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. സാർ, ഭാഷയുടെ വ്യാപനം എന്നുള്ളത് ആരെങ്കിലും അടിച്ചേൽപ്പിക്കുന്നതോ ആരെങ്കിലും നിർബന്ധമായി പറഞ്ഞയക്കുന്നതോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും തൊണ്ടക്കകത്ത് ഇറക്കി കൊടുക്കുന്നതിലൂടെ ഭാഷ വളരും, സംരക്ഷിക്കപ്പെടുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണയും ഇല്ലാത്ത ഒരാളെന്ന നിലക്കാണ് ഞാൻ ഈ ബില്ലിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. സാർ, ഞാനിത് നിർബന്ധിത ഭാഷ എന്നുള്ള ആ വാചകം എടുത്തു മാറ്റിയതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, ഞാൻ അതിനെ അനുകൂലിക്കുന്നു. മലയാള ഭാഷ പഠന ബില്ല് എന്നതിനാക്കിയതിനെ അനുകൂലിക്കുന്ന ഒരാളാണ് ഞാൻ. വേറൊന്നും കൊണ്ടല്ല സാർ. ഇന്ന് കാലത്ത് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ NDTVയിലെ വി ദ പീപ്പിൾ എന്ന സാറ എന്ന് പറയുന്ന ഒരു ആങ്കർ നടത്തുന്ന ഒരു ഇന്റർവ്യൂ, ആ ഇന്റർവ്യൂവിനകത്ത് പല ആളുകളെ വിളിച്ചിരുത്തി നടത്തുന്ന ചർച്ചയുടെ താഴെ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന ശ്രമത്തിനെതിരായിട്ടുള്ള ഒരു വികാരം പറയുന്നുണ്ട്. അത് പറഞ്ഞതിനെതിരായി ഒരു കാര്യം, ഒരു കമന്റ് വന്നിരിക്കുന്നു. സൗത്ത് ഇന്ത്യ ഷുഡ് സ്പ്ലിറ്റ് ആൻഡ് ബിക്കം ലൈക്ക് സൗത്ത് കൊറിയ ആൻഡ് നോർത്ത് കൊറിയ. ഒരു കമന്റ് വന്നതാ ഇതിന്റെ അടിയിൽ. അതായത് ഈ ഭാഷയ്ക്കെതിരായിട്ട് സംസാരിക്കുന്ന ആളുകൾ വേറെ ഒരു പ്രദേശമായി പോയി രണ്ട് കൊറിയകളെ പോലെ ഇന്ത്യ സൗത്തും നോർത്തുമായിട്ട് മാറണം എന്നുള്ളതാണ് ഇതിന്റെ താഴെ വരുന്ന കമന്റുകൾ. സാർ, ഹിന്ദിയുടെ എന്നല്ല, മലയാളത്തിന്റെ എന്നല്ല, തമിഴിന്റെ എന്നല്ല, ഒരു ഭാഷയുടെയും മൗലികമായ വാദത്തെ അംഗീകരിക്കാൻ ഇന്ത്യ പോലെ ബഹുസ്വരമായ ഒരു സമൂഹത്തിന് സാധിക്കില്ല എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും നോക്കിക്കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത. മലയാളി മലയാളം പഠിക്കണമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. സാർ, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ മലയാളി മലയാളം പഠിക്കണമെന്നുള്ള വാദത്തോട് 101% നമുക്കെല്ലാവർക്കും യോജിപ്പുമാണ്. സാർ, അതുപോലെ തന്നെ ഈ മലയാളക്കരയിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകളും പെട്ടെന്നൊരു ദിവസം മലയാളം പഠിക്കണമെന്ന നിർബന്ധ ബുദ്ധി അവരിൽ അടിച്ചേൽപ്പിക്കുന്നതും ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം മലയാളികൾ മാത്രമല്ല നമ്മുടെ ഇവിടെയിൽ ജീവിക്കുന്നത്, നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നത്, ഇവിടെ ജോലി കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നത്. സാർ, 422 മില്യൺ, ഏതാണ്ട് 42 കോടിയോളം ജനങ്ങൾ ഹിന്ദി സംസാരിക്കുന്ന ഒരു രാജ്യമാണിത്. സാർ, അതുപോലെ തന്നെ ഏതാണ്ട് 125 മില്യൺ ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു നാട്, 83 മില്യൺ ആളുകൾ ബംഗാളി സംസാരിക്കുന്ന ഒരു നാട്, 74 മില്യൺ ആളുകൾ തെലുങ്ക് സംസാരിക്കുന്ന ഒരു നാട്, 71 മില്യൺ ആളുകൾ മറാത്തി സംസാരിക്കുന്ന ഒരു നാട്, 60 മില്യൺ ആളുകൾ തമിഴ് സംസാരിക്കുന്ന ഒരു നാട്. അങ്ങനെ പല ഭാഷകളിൽ സംസാരിക്കുന്ന ആളുകളെ ലോകത്ത് മറ്റൊരു രാജ്യത്തിനും സങ്കല്പിക്കാൻ കഴിയാത്ത ബഹുസ്വരത ഇന്നും നിലനിൽക്കുന്ന ഒരു രാജ്യം ലോകത്തുണ്ടെങ്കിൽ അത് ഇന്ത്യ അല്ലാതെ മറ്റൊരു രാജ്യവുമല്ല എന്നുള്ളതാണ് നമ്മുടെ അഭിമാനകരമായ അസ്തിത്വം. സാർ, നമ്മളെ യുണൈറ്റ് ചെയ്യാൻ, നമ്മളെ ഒരുമിപ്പിച്ച് നിർത്താൻ ഭാഷ അനിവാര്യമാണ് എന്നുള്ള തരത്തിൽ ഈ രാജ്യത്ത് ഒരു പ്രചരണം ഇപ്പൊ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ബില്ല് പ്രസിഡന്റിന്റെ പരിഗണനയിൽ ഇരിക്കുന്നുണ്ട്. ഏപ്രിൽ 17 പ്രസിഡന്റിന്റെ പരിഗണനയിലെത്തിയ ബില്ല് പാർലമെന്റിനകത്തു പോലും ചില അംഗങ്ങൾ സംസാരിക്കേണ്ട ഭാഷയെ പോലും മുൻകൂട്ടി നിശ്ചയിക്കുന്ന തരത്തിലുള്ള ഒരു ബില്ലാണ് അവിടെ എത്തിയിട്ടുള്ളത് എന്ന് അറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സാർ, തമിഴ്നാട്ടിൽ ചില പ്രതികരണങ്ങൾ ഉണ്ടായി. ദേശീയപാതയിലെ ബോർഡുകളിൽ അവിടെ വെച്ചിരിക്കുന്ന സൈൻ ബോർഡുകളിൽ ചില മാറ്റങ്ങൾ അവർ വരുത്തിയിരിക്കുന്നു. അവിടെ ഇംഗ്ലീഷ് എന്നുള്ളത് മാറ്റി ഹിന്ദിയിൽ കാര്യങ്ങൾ എഴുതാൻ തുടങ്ങിയിരിക്കുന്നു. അവിടെ പ്രതിഷേധമുണ്ടായി. എല്ലാ സിനിമയും പ്രദർശിപ്പിക്കുമ്പോൾ ഓരോ പ്രാദേശിക ഭാഷയിലുള്ള സിനിമയുടെയും അടിത്തട്ടിൽ
അവരുടെ ഹിന്ദിയിലുള്ള സബ് ടൈറ്റിലുകൾ ഉണ്ടാവണമെന്നുള്ള നിർബന്ധം. ഞാൻ പറയുന്നു, ഹിന്ദി ഇപ്പോ ഒരാളും നിർബന്ധിക്കാതെ തന്നെ പലരും പഠിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു വീട്ടിലെ സാഹചര്യം. സാർ, ഭാഷയുടെ വ്യാപനം അത് പഠനത്തിനകത്ത് രണ്ടാമത്തെ ഒരു ഘടകം എന്നുള്ളത് തീർച്ചയായിട്ടും അതിന്റെ ഒരു എക്കണോമിക് ഡ്രൈവ് ഉണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഇപ്പൊ ഒരു മലയാളി അറബി പഠിക്കുന്നത് ഒരു ഭാഷ കൂടെ പഠിച്ച് അതിൽ സംസ്കാര സമ്പന്നനാവാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കില്ല. ഒരുപക്ഷെ തൊഴിലുമായി ബന്ധപ്പെട്ട് വരുമാനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനായിരിക്കും. ഒരു അറബി ഈ മലയാളികളുടെ സാന്നിധ്യം മുഴുവൻ അവിടെ ഉണ്ടാകുമ്പോൾ അതിൽ ചില വാചകങ്ങൾ പഠിക്കുന്നതും ചില വാക്കുകൾ പഠിക്കുന്നതും ആരും നിർബന്ധിപ്പിച്ച് ഏൽപ്പിച്ചത് കൊണ്ടായിരിക്കില്ല. അത് അവർ ജീവിക്കുന്ന സാഹചര്യത്തിലും ഇടപെടുന്ന കാര്യങ്ങളിലുമായി അത് തീർച്ചയായിട്ടും അവരിലേക്ക് വരും. അപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് നിർബന്ധിത ഭാഷാ ബിൽ എന്ന് പറയുമ്പോൾ നാളെ നമ്മുടെ മേലിലും വേറെ എന്തെങ്കിലും അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ അതിനെതിരെ കേരളത്തിന് ശബ്ദമുയർത്തണമെങ്കിൽ ഈ ബഹുസ്വരതയെ സംരക്ഷിക്കണമെന്ന കേരളം എക്കാലത്തും ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന മൗലികവാദങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകളെ നമുക്ക് അരക്കിട്ടുറപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ വിശാലമായ ഒരു കാഴ്ചപ്പാട് ഈ ബില്ലിന്റെ കാര്യത്തിലും നമ്മൾ കാണിക്കുന്നത് കൊണ്ടാണ് അത്തരം പദങ്ങൾ ഒഴിവാക്കുന്നത് വേറൊരു അർത്ഥത്തിൽ ഗുണകരമായിരിക്കുമെന്ന് വിശ്വസിക്കാൻ കാരണം. സാർ, ഇവിടെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നോ അന്യ രാജ്യങ്ങളിൽ നിന്നോ വരുന്ന കുട്ടികൾക്ക് സബ്ജക്ട് കമ്മിറ്റി അത് ചർച്ച ചെയ്തിട്ടുണ്ട്. ആ കുട്ടികളുടെ മേലെ അങ്ങ് സംസാരിച്ചോളൂ. സാർ, ഞാൻ ഒറ്റ കാര്യം